സർ, പരാജയപ്പെട്ടാൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞൊരാൾ, നല്ലപോലെ വായിക്കുന്ന ഒരാൾ, നല്ലപോലെ കേൾക്കുന്ന ഒരാൾ, ചിരിക്കുന്ന ഒരാൾ, നല്ലൊരാൾ, ശ്രീ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ ടീം UDF ഭരണം ആരംഭിച്ചിരിക്കുകയാണ് സർ. കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിലെ 5ാമത്തെ മുഖ്യമന്ത്രി ആർ. ശങ്കർ, ശ്രീ കെ. കരുണാകരൻ, ശ്രീ A.K. ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടി എന്നിവരുടെ പിൻഗാമി ശ്രീ വി.ഡി. സതീശൻ. 2001 ശ്രീ A.K. ആന്റണി മുഖ്യമന്ത്രിയായ നിയമസഭയിൽ 100-ൽ ഒരാളായി ആദ്യമായി ഈ നിയമസഭയിലേക്ക് കടന്നു വന്ന വി.ഡി. സതീശൻ 2026 102 പേരുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയായി ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് സർ. കാലം ശ്രീ വി.ഡി. സതീശനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അസാധാരണമായ ഒരു രാഷ്ട്രീയ തിളക്കത്തിലാണ് സർ. ഇന്നലെ പരിണിതപ്രജ്ഞനായ കമ്മ്യൂണിസ്റ്റ്, ഈ സഭയിലെ ഏറ്റവും സീനിയർ അംഗം ശ്രീ G. സുധാകരൻ പറഞ്ഞതുപോലെ ശ്രീ വി.ഡി. സതീശനെ ജനം വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കോൺഗ്രസ് UDF എന്നതിനപ്പുറത്ത് ജനം അങ്ങയെ പുതുയുഗത്തിലേക്കുള്ള രക്ഷകനായി കാണുന്നു. അതിനനുസരിച്ച് ഉയരുവാൻ, എല്ലാവരെയും ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് സർ. കഴിഞ്ഞ സഭയിൽ ആക്രോശിച്ച ഒരുപാട് ആളുകളുണ്ട്. അശരീരി മുഴക്കിയവരുണ്ട്, അകമ്പടിക്കാരുണ്ട്, ഡെസ്കിലടിച്ച് താളം പിടിച്ചവരുണ്ട്, വാഴ്ത്തുപാട്ടുകാരുണ്ട്. ഭരണപക്ഷമാണെന്നുള്ള രീതി പോലും മറന്നുകൊണ്ട് എണ്ണത്തിൽ കുറവായിരുന്ന അന്നത്തെ പ്രതിപക്ഷ ശബ്ദങ്ങളെ വല്ലാതെ അടിച്ചമർത്തുവാൻ നേതൃത്വം കൊടുത്ത മന്ത്രിമാർ പോലും സർ മോഡറേഷൻ കൊടുത്തിട്ട് പോലും ജയിച്ചില്ല എന്നുള്ളത്, അവർക്കാർക്കും പിന്നെ ഈ സഭയിൽ അംഗമാകാൻ കഴിഞ്ഞുള്ളതും വരും ദിവസങ്ങളിൽ അപ്പുറത്തിരിക്കുന്നവരും ഇപ്പുറത്തിരിക്കുന്നവരും ഓർത്താർ നല്ലതായിരിക്കും സർ. ഇല്ലെങ്കിൽ ഒറ്റത്തവണ തീർപ്പാക്കലായി ജനം വീട്ടിലിരുത്തും സാർ. പൂരം കഴിഞ്ഞ പറമ്പിൽ നിന്നും പൊട്ടാത്ത പടക്കം പെറുക്കിയെടുക്കും പോലെ ഈ വലിയ ജനാധിപത്യ ആരൊക്കെ പൊട്ടി, എങ്ങനെയൊക്കെ പൊട്ടി എന്ന് പഠന വിഷയമാക്കണം സാർ. സാർ, കലത്തിലെ ചോറ് വെന്തോ എന്നറിയുവാൻ മുഴുവനും ഞെക്കി നോക്കണ്ട സാർ. സാർ, 1 or 2 എണ്ണം ഞെക്കിയാൽ മതി. ഈ സർക്കാർ അങ്ങനെ പോകും എന്നറിയുവാൻ ആദ്യ നയപ്രഖ്യാപനം മാത്രം നോക്കിയാൽ മതി സാർ. സാർ, ഒരു നയവും ഒരു മയവും ഇല്ലാത്ത സർക്കാരിൽ നിന്നും പുതുയുഗത്തിലേക്കുള്ള പുതിയ സർക്കാരിൻ്റെ യാത്ര മംഗളമായി